നമസ്കാരം. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RBI ഗ്രേഡ് ബിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻ ഓഫീസർ സ്കെയിലുള്ള പോസ്റ്റാണ്. അതിലുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DEPR DSIM ഇങ്ങനെ 2 പോസ്റ്റിൻ്റെയും കൂടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മൊത്തം 3 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ വളരെ വിശദമായ കാര്യങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ വേക്കൻസിയുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ജനറൽ പോസ്റ്റിലേക്കുള്ളത് ടോട്ടൽ 83 വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ ബാക്കി 2 പോസ്റ്റിലേക്ക്, അതായത് DEPRലേക്ക് 17 വേക്കൻസിയും അതുപോലെ തന്നെ DSIMലേക്ക് 20 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 120 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 പോസ്റ്റിലേക്കും കൂടെയാണ് മൊത്തം 120 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത ഒരു പേജിൽ പ്രധാനപ്പെട്ട ഡേറ്റുകളും മറ്റും പറയുന്നുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 മുതലാണ്. സെപ്റ്റംബർ 10 മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സെപ്റ്റംബർ 30 വൈകുന്നേരം 6 മണി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഏതാണ്ട് 21 ദിവസത്തോളം എന്ത് ചെയ്യാനായിട്ടുണ്ട്, അപ്ലൈ ചെയ്യണം. 3 ആഴ്ച സമയം നമുക്ക് തന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാം ഡേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫേസ് 1 എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 18 ഇത് ജനറൽ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒക്ടോബർ 18 എന്ത് ചെയ്യുക, ഫേസ് 1 എക്സാം നടക്കുക. തൊട്ടടുത്ത പേജിൽ തന്നെ അടുത്ത DEPR അതിൻ്റെ പ്രിലിംസിൻ്റെ ഡേറ്റ്, ഫേസ് 1 ഡേറ്റ് കിടപ്പുണ്ട്, ഒക്ടോബർ 19 അതുപോലെ തന്നെ DSIM അതിൻ്റെ ഡേറ്റും എന്ത് തന്നെയാണ്, ഒക്ടോബർ 19 തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഒക്ടോബർ 18, 19 ഡേറ്റുകളിലായിട്ട് ഇതിൻ്റെ പ്രിലിംസ് എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മെയിൻസ് എക്സാമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 6 എന്ത് ചെയ്യുന്നതിന് ജനറൽ പോസ്റ്റിലേക്കുള്ളതിൻ്റെ മെയിൻസ് എക്സാം നടക്കുക, ഫേസ് 2 എക്സാം നടക്കുക. ഫേസ് 2 പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഓൺലൈൻ എക്സാം ആണ് ഉള്ളത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ DEPRൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫേസ് 2 എക്സാം, അതായത് ആ 3 പേപ്പർ നടക്കുന്നത് ഡിസംബർ 7 അതിൻ്റെ ഡേറ്റ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ DSIM അതിൻ്റെ ഫേസ് 2 പേപ്പറും ഡേറ്റ് വരുന്നത് ഡിസംബർ 7 ആയിട്ടാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെയാണ് അടുത്ത പേജിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഏജിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഏജ് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത്. 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത്. അതായത് നമുക്ക് സെപ്റ്റംബർ 1, 2025 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1995 സെപ്റ്റംബർ 2 ശേഷവും 1995 സെപ്റ്റംബർ 2 ശേഷവും 2004 സെപ്റ്റംബർ 1 അകവും ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ഈ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഏജ് റിലാക്സേഷൻ കിട്ടും. OBC കാൻഡിഡേറ്റിന് 3 കൊല്ലവും SC/SC കാൻഡിഡേറ്റിന് 5 കൊല്ലവുമാണ് ഏജ് റിലാക്സേഷൻ തരിക. അടുത്തൊരു പേജിൽ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് ജനറൽ പോസ്റ്റിലേക്കാണെന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ സെപ്റ്റംബർ 1, 2025 നേടിയതായിരിക്കണമെന്നും പറയുന്നുണ്ട്. വെറുതെ ഗ്രാജുവേഷൻ അല്ല പറയുന്നത്, 60% മിനിമം മാർക്കോട് കൂടിയ ഗ്രാജുവേഷനാണ് പറയുന്നത്. അത് ജനറൽ OBCക്കാർക്കാണ് ഈ 60% മാർക്ക് വേണ്ടത്. നിങ്ങൾ SC/ST PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 50% എന്താണ് മാർക്കായിട്ട് പറയുക, മിനിമം മാർക്കായിട്ട് പറയുക. ഇനി ഇത് കൂടാണ്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രിക്ക് ഗ്രാജുവേഷന് 60% മാർക്ക് ഇല്ല എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ആ പോസ്റ്റ് ഗ്രാജുവേഷന് മിനിമം 55% മാർക്ക് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷന് മിനിമം 55% ഉണ്ട്. ഗ്രാജുവേഷൻ കുറവാണെങ്കിലും അപ്പം കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ SC/SC കാൻഡിഡേറ്റ് ആണെന്നുണ്ട് എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായാലും മാത്രം മതിയാകും. അവർക്ക് എന്താണ് മാർക്കിൻ്റെ കാര്യമൊന്നും അതിൽ പ്രത്യേകം പറയുന്നില്ല. പിന്നെ ഗ്രാജുവേഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്, അറ്റ്ലീസ്റ്റ് 3 ഇയർ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഗ്രാജുവേഷൻ കോളേജിൽ പോകുമ്പോഴത്തേക്കും മിനിമം 3 കൊല്ലത്തത്. അപ്പോൾ മിനിമം 3 കൊല്ലം സാധാ ഡിഗ്രി ആർട്സോ സയൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ ക്വാളിഫിക്കേഷനാണ് വരിക. ഇനി BTech ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4 കൊല്ലത്തെ ക്വാളിഫിക്കേഷനും വരും, 4 കൊല്ലവും വരും. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന് മിനിമം 2 വർഷമെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് അതിനകത്ത് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. 2 കൊല്ലത്തെ ഡ്യൂറേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി DEPRലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോരാ, MA MSc in economics or MA MSc courses in such as quantitative economics, mathematical economics, applied economics,
എക്കണോമെട്രിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള MA-MSc ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ MA-MSc ഇൻ ഫിനാൻസ് ഓർ MA-MSc കോഴ്സ് സച്ചസ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, മാത്തമെറ്റിക്കൽ ഫിനാൻസ്, അങ്ങനെ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം അതിലുള്ള ക്വാളിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത ഒരു പേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് മൂന്നാമത്തെ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അതായത് DSIM ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 55% മാർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതൊക്കെ വിഷയങ്ങളിലാണെന്നുള്ളത് തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ എന്തുണ്ടായിരിക്കണം, PG ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇനി അടുത്ത ഒരു പേജിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ജനറൽ EWS കാൻഡിഡേറ്റ് ആണെന്നുണ്ട് എങ്കിൽ 6 ടൈംസ് ആണ് എന്താണ് phase 1 എക്സാം എഴുതാനായിട്ട് അവസരമുള്ളത്. അതിൽ കൂടുതൽ തവണ എക്സാം എഴുതാനായിട്ട് പറ്റില്ല എന്ന് അതിൽ പറയുന്നുണ്ട്. SC ST റിസർവേഷൻ കാറ്റഗറിക്ക് ആണെന്നുണ്ട് എങ്കിൽ അങ്ങനൊരു റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നുമില്ല. ജനറൽ കാറ്റഗറിക്കാർക്ക് മാത്രമാണ് എന്തുവന്ന് 6 വട്ടമേ phase 1 എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അടുത്ത ഒരു പേജിൽ ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. SC ST PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 100 രൂപ പ്ലസ് 18% GST ആയ 118 രൂപയാണ് ഫീസായിട്ട് വരിക. ഇനി ജനറൽ OBC EWS കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 850 രൂപ പ്ലസ് GST ആണ് ഫീസായിട്ട് വരിക. ഇനി സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ RBIയിലുള്ള ഏതെങ്കിലും സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതും ഇല്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേ സ്കെയിലാണ്. ഇതിൻ്റെ പേ സ്കെയിലിൽ വിത്തൗട്ട് HRI 1.5 ലക്ഷമാണ് സാലറി ആയിട്ട് പറയുക. പിന്നെ HRIയും കൂടെ വരുമ്പോഴത്തേക്കും അത് 2.5 ലാഖിലേക്ക് കൂടും. ഈ HRI എന്ന് പറയുന്നത് സിറ്റി അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2.5 ലാഖ് വരെ നമുക്ക് മന്ത്ലി സാലറി എന്ത് ചെയ്യാം, ഇതിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ phase 1 എക്സാം ഓൺലൈൻ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. അതിന് 4 പേപ്പറുകൾ ഉണ്ടാവുക. ജനറൽ അവയർനെസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, അതുപോലെ തന്നെ റീസണിങ് ഉണ്ടാകും. ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ phase 1 എക്സാമിൻ്റെ പാറ്റേൺ ആയിട്ട്, എക്സാമിൻ്റെ സിലബസ് ആയിട്ട് പറയുന്നത്. ഇതിന് ടോട്ടൽ 200 മാർക്കിനാണ് എന്ത് ചെയ്യുക, എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക എന്നും പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡ്യൂറേഷനെ പറ്റിയും പറയുന്നുണ്ട്. എ ടോട്ടൽ ടൈം ഓഫ് 120 മിനിറ്റ്സ് ആണ് എന്തെന്ന് ഡ്യൂറേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ടൈം, ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ടാകുമെന്നും എന്ത് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ phase 2ൻ്റെ എക്സാം വരുന്നത് ഓരോ പോസ്റ്റിനും വേറെ വേറെ പേപ്പറാണ് വരിക. phase 2ൻ്റെ സിലബസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും പേപ്പർ 1 വന്നിട്ട് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് പറയുന്നത്. അതിന് 50% ഒബ്ജക്റ്റീവ് എക്സാം ആണെന്നും 50% ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്നും പറയുന്നുണ്ട്. ഓരോന്നിനും 30 മിനിറ്റ് വെച്ചിട്ടും 90 മിനിറ്റ് വെച്ചിട്ടും സമയം പറയുന്നുണ്ട്. അതിൻ്റെ മാർക്കിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 50-50 വെച്ചിട്ട് മൊത്തം 100 മാർക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. 2 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷനായിട്ട് തന്നിട്ടുള്ളത്. ഇനി പേപ്പർ 2 ഇംഗ്ലീഷ് ആണ് പറയുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മോഡ് ആവില്ല. അത് കീബോർഡിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള എക്സാമാണ് വരിക. അതിന് 90 മിനിറ്റ് ആണ് അതിൻ്റെ സമയം വരിക. 3 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 100 മാർക്കിലാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി പേപ്പർ 3ലേക്ക് വരുമ്പോഴത്തേക്കും ജനറൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് പേപ്പറായിട്ട് വരിക. അതിൽ 50% ഒബ്ജക്റ്റീവും 50% ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 30 മിനിറ്റും 90 മിനിറ്റും കൂടെ ചേർത്തിട്ട് 120 മിനിറ്റാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. 50-50 വെച്ചിട്ട് മൊത്തം 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ phase 2 എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഓഫ് 300 മാർക്കിനാണ് എന്ത് ചെയ്യുക, എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. നമ്മൾ phase 1 പാസ്സായ ആൾക്കാർക്ക് മാത്രമേ phase 2 എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. phase 2 എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ഉണ്ടാകും. ഓക്കെ, ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഇൻ്റർവ്യൂ ബേസ്ഡ് ഓൺ ദി അഗ്രിഗേറ്റ് ഓഫ് മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ phase 2. അതായത് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യപ്പെടുക. ഇൻ്റർവ്യൂവിന് 75 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യപ്പെടുക. അതിൻ്റെ സമയം ഓരോ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോവുക. ഇനി phase 2ൻ്റെ സിലബസ് ഓരോന്നും വളരെ വിശദമായി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സിലബസ് വളരെ വിശദമായിട്ട് വായിച്ച് പഠിക്കുക. ഈ സിലബസ് പറയുക മാത്രമല്ല, അതിൻ്റെ റഫറൻസ് മെറ്റീരിയൽ ബുക്കുകളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ PDF-നകത്ത് നോട്ടിഫിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ബുക്കുകളൊക്കെ ലൈബ്രറിയിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം ഓൺലൈനിൽ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ബുക്കുകളാണ് നമ്മുടെ റഫറൻസിനായിട്ട് ഉപയോഗിക്കുക. അപ്പം 3നും 3 തരത്തിലാണ് വരിക. ഓക്കെ, ഇപ്പം 3 പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. അതിൽ 3 പോസ്റ്റിലും 3 ഡിഫറെൻറ്റ് സിലബസ് കാണാൻ വന്നിരിക്കുന്നത്. phase 2 എക്സാമിന് വന്നിരിക്കുന്നത് അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ PDF-ലുണ്ട്. എല്ലാവരും PDF നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം എക്സാമിന് പഠിക്കാനായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.